കാരണം ഞാനൊരു കോൺവെൻറ്റിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ അന്ന് സാറിനെ കണ്ടിട്ടില്ല. എനിക്ക് ജസ്റ്റ് 15 വയസ്സേ ഉള്ളൂ. അതിന് കമൽ സാർ ഒരു ഡയറക്ടർ കമൽ സാർ ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ കമലിൻ്റെ മൂവി ആയതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്, സൂക്ഷിച്ച് മൂവീസ് സെലക്ട് ചെയ്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. സൗബിൻ ചേട്ടൻ ക്രോണിക് ബാച്ചിലർ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഷൈൻ ചേട്ടൻ നമ്മളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്നു. ആർക്കും അറിയാം കമൽ സാർ ചെയ്ത ഒരു മൂവിയിലൂടെയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്, പരിമളം നമ്മൾ എന്ന മൂവിയിൽ. അതിനുശേഷം ഞാൻ സാറിൻ്റെ കൂടെ സ്വപ്നക്കൂട് എന്നുള്ളൊരു ഫിലിമിലാണ് വർക്ക് ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചത്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു പുതുമുഖമാണ്, എനിക്ക് സിനിമയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഒരിക്കൽ പോലും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ടേക്ക് ശരിയായില്ലെങ്കിൽ ഒന്ന് ഒച്ച എടുക്കുകയോ അങ്ങനെ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയും സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാറ് ഭയങ്കര പോസിറ്റീവാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. എനിക്ക് ഫസ്റ്റ് മൂവി ചെയ്യുമ്പോൾ പ്രോംപ്റ്റിങ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഡയലോഗ് പഠിച്ചിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് സലീമേട്ടൻ എന്ന അസോസിയേറ്റാണ്. സലീമേട്ടൻ ഒരു പ്രോംപ്റ്റിങ് വേണോ? അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പ്രോംപ്റ്റിങ്. ഞാൻ പറഞ്ഞു അതെന്താ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഡയലോഗ് ഞങ്ങൾ പറഞ്ഞു തരും, അപ്പോൾ പറഞ്ഞാൽ മതി എന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കാണിച്ചു തന്നു. ഞാൻ അയ്യോ എനിക്കത് പറ്റണില്ല, ബിക്കോസ് അതിനൊരു കഴിവ് വേണം. അവർ പറയുന്നത് കേട്ട് അതുപോലെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചു പറഞ്ഞോളാം. അപ്പോൾ കമൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു പഠിച്ചു പറയട്ടെ, തുടക്കമല്ലേ, ഫസ്റ്റ് മൂവി അല്ലേ, അതൊക്കെ പഠിച്ചു പറയട്ടെ, അതൊക്കെ ആവശ്യം വരും. അങ്ങനെ എനിക്ക് ബൈ ഹാർട്ട് ചെയ്ത് പറഞ്ഞാൽ തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ഈസി. കാരണം ഞാനൊരു കോൺവെൻറ്റിൽ പഠിച്ചുകൊണ്ട് എനിക്ക് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരുന്നു. അതെനിക്ക് ആ ഒരു ടിപ്പ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈവൻ കന്നഡ ചെയ്യുമ്പോഴും തെലുഗു ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഫുൾ ഡയലോഗ്സ് എഴുതിയെടുത്ത് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് പറയുക. അപ്പം അങ്ങനെ ഒരു ചിലരെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് തരുമ്പോൾ ഞാൻ ഈ കഥ ഇടയ്ക്കിടയ്ക്ക് പറയും, സാർ പറഞ്ഞിട്ടില്ല പഠിച്ച് പറഞ്ഞാൽ മതി എന്നുള്ള. സാറിൻ്റെ കൂടെ എനിക്ക് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് കാണുമ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. ഇവൻ സിദ്ധു ചേട്ടൻ, ഞാൻ ഫസ്റ്റ് സാറിനെ കാണാൻ വരുമ്പോൾ സിദ്ധു ചേട്ടനും ജിഷ്ണു ചേട്ടനും ഇരുത്തി കമൽ സാർ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് കമൽ സാർ ഇത്രയും ഒരു ലെജൻഡറി ഡയറക്ടറാണ് എന്നുള്ള ഒരു വലിയ ബോധത്തോടെയൊന്നുമല്ല ഞാൻ അന്ന് സാറിനെ കണ്ടിട്ടില്ല. എനിക്ക് ജസ്റ്റ് 15 വയസ്സേ ഉള്ളൂ. അതിന് കമൽ സാർ ഒരു ഡയറക്ടർ കമൽ സാർ ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ എത്രയും ലെജൻഡറി ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധമോ ഒരു സീരിയസ്നെസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. മേ ബി അത് തന്നെയായിരിക്കും എനിക്ക് ആ പരിമളം എന്നൊരു ക്യാരക്ടർ സാറിന് ചൂസ് ചെയ്യാനുണ്ടായ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത്. വന്നപ്പോഴുള്ള ആ ഒരു സംസാര രീതി, അല്ലെങ്കിൽ ഒട്ടും സ്ട്രെസ്ഡ് ആയിരുന്നില്ല. എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ സംസാരിച്ച്, ഞാൻ പലപ്പോഴും ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്, സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം ഞാൻ സാറിൻ്റെ അടുത്തൊരു മൂവിയുടെ കാര്യത്തിന് വേണ്ടി പോയ പോലെയല്ല. സാർ എൻ്റെ തിരക്കുള്ള ഒരു ദിവസത്തിൽ സാർ എന്നെ കാണാൻ വന്ന പോലെയായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടത്. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, ഡാൻസിന് പോകണം എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് സാർ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംസാര രീതിയും ഒക്കെയാണ് എനിക്ക് പരിമളം ഇവൾ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയെന്നുള്ളത്. പിന്നെ സിബി സാറായിട്ടും എനിക്ക് പറയാനുള്ള, നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് സിബി സാർ ഞങ്ങളൊരു ഫംഗ്ഷൻ കണ്ടിട്ട് സിബി സാർ അത് എൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും സംസാരിക്കുകയും സിബി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മൂവി ചെയ്യണം കേട്ടോ എന്നൊക്കെ. പക്ഷെ അതിന് മുൻപ് നമ്മൾ ഓക്കെ എന്ന് വെച്ചാൽ അതങ്ങനെ സീരിയസ് ആക്കി എടുക്കുകയോ അല്ലെങ്കിൽ അത് സീരിയസ് ആയി പറഞ്ഞാണെന്നൊന്നും നമ്മളങ്ങനെ ആലോചിച്ചില്ല. പക്ഷെ പിന്നീട് കമൽ സാറിൻ്റെ മൂവി ചെയ്ത് നമ്മളുടെ പൂജ സമയത്ത് സിബി സാർ വന്നപ്പോൾ സിബി സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നമ്മൾ മൂവി ചെയ്യാം, പക്ഷെ കമലിൻ്റെ മൂവി ആയതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്, വേറെ വെറുതെയൊക്കെ ആ ക്യാരക്ടറൊന്നും വെറുതെ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യരുത്, കമലിൻ്റെ മൂവി ആയതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്, സൂക്ഷിച്ച് മൂവീസ് സെലക്ട് ചെയ്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ കഴിഞ്ഞ് റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സിബി സാറിൻ്റെ മൂവി ഞാൻ അഭിനയിച്ചു. അത് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ എന്നായിരുന്നു, പിന്നെ കിസാൻ എന്നും പേരിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് 2 ലെജൻഡറി ഡയറക്ടേഴ്സിൻ്റെ കൂടെ എൻ്റെ തുടക്കകാലത്ത് തന്നെ 2 ഫിലിംസ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ നേരത്തെ സിബി സാറ് പറഞ്ഞ പോലെ തന്നെ ആശി, അതുപോലെ സൗബിൻ ചേട്ടൻ, ഷൈൻ ചേട്ടൻ്റെയൊക്കെ ഒരു വളർച്ച നേരിട്ട് കാണാൻ സാധിച്ച ഒരാളാണ് ഞാൻ. സൗബിൻ ചേട്ടൻ ക്രോണിക് ബാച്ചിലർ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഷൈൻ ചേട്ടൻ നമ്മളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്നു. ആശിയും സ്വപ്നക്കുളൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ വളർച്ച, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവുക, ഇവരെല്ലാവരും സ്റ്റാർസായി, സിദ്ധു ചേട്ടനൊരു വലിയ സ്റ്റാറായി. അപ്പോൾ എല്ലാം ഇങ്ങനെ കണ്ട് കുറേ നാളുകൾക്ക് ശേഷം ഇവരെല്ലാവരെയും കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു മെമ്മറീസാണ്. ഈവൻ വേണു ചേട്ടൻ, സാലി ചേട്ടനൊക്കെ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചിൻ്റെ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരെയും കണ്ടപ്പോൾ കുറേ മെമ്മറീസ്, ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം
എത്ര ഫിലിംസ് ചെയ്തു അല്ലെങ്കിൽ അത് എത്ര ഫിലിം സക്സസ് ആയി എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി എത്രയോ നല്ല മെമ്മറീസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരുപാട് നല്ല മെമ്മറീസിൽ ഭാഗമായിട്ടുള്ള കുറച്ച് പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു സദസ്സിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം.